എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 2-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. UDF നേതൃത്വം നൽകുന്ന പുതിയ സംസ്ഥാന സർക്കാരിന്റെ ആദ്യത്തെ 100 ദിന കർമ്മ പരിപാടികൾ പ്രഖ്യാപിച്ച് മുഖ്യമന്ത്രി VD സതീശൻ. നിയമസഭയിലെ ബജറ്റ് ചർച്ചയ്ക്ക് മറുപടി നൽകുന്നതിനിടയിലാണ് സതീശൻ 100 ദിന കർമ്മ പരിപാടികൾ പ്രഖ്യാപിച്ചത്. 541 പരിപാടികളാണ് 100 ദിന കർമ്മ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നു മുതൽ കൗണ്ട് ഡൗൺ തുടങ്ങുമെന്നും ഓരോ 20 ദിവസവും പുരോഗതി വിലയിരുത്തുമെന്നും സതീശൻ വ്യക്തമാക്കി. ധനബിൽ പാസാക്കിയതിന് പിന്നാലെ കർമ്മ പദ്ധതികൾ പ്രഖ്യാപിച്ച് നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിയുകയും ചെയ്തു. വൻ വിവാദങ്ങൾക്കിടെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന ഉൾപ്പെടുത്തിയ ധനബില്ല് നിയമസഭ പാസാക്കി. നിരവധി കർമ്മ പദ്ധതികളാണ് 100 ദിവസത്തിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് ഇതിൽ ഉൾപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സഹകരണ വകുപ്പ് നടപ്പിലാക്കുന്ന കുടിശ്ശിക നിവാരണ പദ്ധതിയും ഇതിൽ ഉൾപ്പെടും. എന്തൊക്കെ പദ്ധതികളാണ് ഇതിൽ ഉള്ളത് എന്ന് കൃത്യമായി വരും വീഡിയോകളിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. ജൂലൈ മാസത്തിൽ ആദ്യ ക്ഷേമ പെൻഷൻ വിതരണ അറിയിപ്പാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്, നിലവിൽ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ജൂൺ മാസത്തെ പെൻഷൻ വിതരണം പൂർണ്ണ തോതിൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതായത് കേന്ദ്രവിഹിതം ലഭിക്കുന്ന 8 ലക്ഷത്തോളം ആളുകളുണ്ട്. അവർക്ക് 300, 200, 500 രൂപയുടെ കുറവോട് കൂടിയിട്ട് മാത്രമാണ് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തത്. ഇന്നു മുതൽ കേന്ദ്രവിഹിതവും അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങിയിട്ടുണ്ട്. 300, 200, 500 ഒക്കെ അക്കൗണ്ടുകളിലേക്ക് വീണ്ടും കയറി തുടങ്ങിയിട്ടുണ്ട്. ആർക്കെങ്കിലും തുക ലഭിച്ചിട്ടുണ്ട് എങ്കിൽ താഴെയൊന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. കയ്യിൽ വിതരണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് നാളെയും മറ്റന്നാളുമായിട്ട് വിതരണം പൂർത്തീകരിക്കുന്നതാണ്. സർക്കാരിന്റെ 100 ദിവസ കർമ്മ പദ്ധതികൾ ആരംഭിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞായിരിക്കും മസ്റ്ററിംഗ് ഉണ്ടാകുക എന്നാണ് കരുതുന്നത്. വാർഷിക മസ്റ്ററിംഗിന്റെ സമയമാണിപ്പോൾ. പക്ഷേ പുതിയ സർക്കാർ മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം അർഹതാ മാനദണ്ഡ പരിശോധന കർശനമാക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. അതിനു മുമ്പ് നിലവിലെ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തും. AC ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങൾ ഉള്ള വീടുകളിൽ താമസിക്കുന്നവർക്ക് പെൻഷന് നിലവിൽ അർഹതയില്ല. അതിൽ മാറ്റം വരാനുള്ള സാധ്യതയുണ്ട്. വീടിന്റെ വലുപ്പം, സ്ഥലത്തിന്റെ അളവ്, കാറിന്റെ ഘടന ഇവയിലെല്ലാം മാറ്റം വന്നേക്കും. വരുമാന സർട്ടിഫിക്കറ്റ് എല്ലാവരുടെയും ആവശ്യപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. നിലവിൽ വരുമാന സർട്ടിഫിക്കറ്റ് 2019 ഡിസംബർ 31 മുമ്പ് പെൻഷൻ കിട്ടിത്തുടങ്ങിയിട്ടുള്ളവർക്ക് മാത്രമാണ് നിലവിൽ വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടുന്നത്. എന്നാൽ വീണ്ടും എല്ലാവരോടും വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട്. വരുമാന സർട്ടിഫിക്കറ്റ് മാത്രമല്ല, വീട് കയറിയിട്ടുള്ള പരിശോധനയുണ്ടാകും. അതിനു മുമ്പാണ് സർക്കാരിന്റെ പുതിയ നയങ്ങൾ അനുസരിച്ച് അപേക്ഷയിൽ പെൻഷൻ അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത്. ജൂലൈ മാസത്തെ പെൻഷൻ ജൂലൈ 21 ശേഷമാണ് ഉണ്ടാകുക. ജൂലൈ 21 കടമെടുപ്പിന് ശേഷം 23-ാം തീയതി തുക വിതരണം ആരംഭിക്കാനാണ് സാധ്യത. എന്തായാലും അതെല്ലാം കാത്തിരുന്ന് കാണാം. ഇപ്പോഴത്തെ പെൻഷൻ അറിയിപ്പായിട്ട് ഓർമ്മിക്കാനുള്ളത് ഈ കാര്യങ്ങളാണ്. കേന്ദ്രവിഹിതം അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കിട്ടിയിട്ടുള്ള ആളുകൾ താഴെ കമന്റ് ആയി രേഖപ്പെടുത്തുക. പാചകവാതക വിലയിൽ വ്യത്യാസം വന്നിരിക്കുകയാണ്. വില കുറച്ചിരിക്കുകയാണ്. പക്ഷേ യുദ്ധം തീർന്ന സാഹചര്യത്തിൽ വലിയ ഹോർമോസ് കടലിടുക്ക് തുറക്കുകയും യുദ്ധഭീതി ഒഴിഞ്ഞതിനെ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണ വില കുത്തനെ താഴ്ന്നിട്ടും നമ്മുടെ രാജ്യത്ത് ഗ്യാസ് സിലിണ്ടർ വിലയിൽ കാര്യമായിട്ടുള്ള കുറവുണ്ടായില്ല. വാണിജ്യ സിലിണ്ടറിന് 1500 രൂപയാണ് യുദ്ധ സാഹചര്യത്തിൽ കൂട്ടിയത്. വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന് 100 രൂപയിലധികം വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ യുദ്ധഭീതി ഒഴിയുമ്പോഴും വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ ഇപ്പോൾ തയ്യാറായിട്ടില്ല. വാണിജ്യ സിലിണ്ടറിന് കേവലം 183 രൂപ 50 പൈസ മാത്രമാണ് കുറച്ചിട്ടുള്ളത്. 3113 രൂപയുണ്ടായിരുന്നത് 2930 എന്ന ശരാശരി വിലയിലേക്ക് പല പട്ടണങ്ങളിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും. ആ ഒരു രീതിയിലേക്ക് വാണിജ്യ സിലിണ്ടറിന്റെ വില കുറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇത് ചെറുകിട
കച്ചവടക്കാർക്കും ഹോട്ടലുകാർക്കും വലിയ തിരിച്ചടി തന്നെയാണ്. 1000 രൂപയോളം കുറയും എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. അത്തരത്തിലുള്ള റിപ്പോർട്ട് ഉണ്ടായിരുന്നു. 500-നും 1000-നും ഇടയിലായിട്ട് പാചകവാതകത്തിന് വില കുറയും എന്നായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നത്. പക്ഷേ എണ്ണ കമ്പനികൾ കുറച്ചിട്ടുള്ളത് കേവലം 183 രൂപ 50 പൈസയാണ്. വളരെ ദയനീയമായിട്ടുള്ള, വളരെ ക്രൂരമായിട്ടുള്ള നടപടിയാണ് ഈ ഒരു സാഹചര്യത്തിനും ഉള്ളത്. ആഗോള വിപണിയിൽ പകുതിയോളം വില കുറഞ്ഞ സാഹചര്യത്തിലാണ് ഈ ഒരു ഇടപാട് എന്നുള്ളത് ഓർക്കേണ്ടതാണ്. അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന ഗാർഹിക സിലിണ്ടറിന്റെ വിലയിൽ മാറ്റം വരുത്തിയിട്ടില്ല. സബ്സിഡി സിലിണ്ടർ 4 വെട്ടിച്ചുരുക്കിയിരുന്നു. അതിൽ മാറ്റവും വന്നിട്ടില്ല. നിലവിൽ യുദ്ധ സാഹചര്യത്തിന് മുമ്പുണ്ടായിരുന്ന സ്ഥിതിയിലേക്ക് സിലിണ്ടറിന്റെ നിയന്ത്രണങ്ങൾ എടുത്തു കളഞ്ഞത് കഴിഞ്ഞ ദിവസമായിരുന്നു. അത് വാണിജ്യ സിലിണ്ടറിന് മാത്രമാണ്. അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടറിന്റെ ബുക്കിംഗ് നിയന്ത്രണം ഇതുവരെ ഒഴിവാക്കിയിട്ടില്ല. അത് ഒഴിവാക്കും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഇപ്പോഴും ഒഴിവാക്കിയതായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടില്ല. നിലവിൽ നഗരപ്രദേശങ്ങളിൽ 25 ദിവസവും ഗ്രാമപ്രദേശങ്ങളിൽ 45 ദിവസവുമാണ് ബുക്കിംഗ് ഇടവേള. അപ്പോൾ ഈ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാസ് വിതരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട അറിയിപ്പ്. അതുപോലെ PNG കണക്ഷൻ ഉള്ളവർക്ക് LPG കണക്ഷൻ ഒഴിയാനുള്ള സമയം ജൂൺ 30 ആയിരുന്നു. അപ്പോൾ ഇനിയും ആരെങ്കിലും അങ്ങനെ ഒഴിയാത്ത ആളുകളുണ്ട് എങ്കിൽ, അതായത് പൈപ്പ് ലൈൻ കണക്ഷൻ നിങ്ങളുടെ വീട്ടിൽ എടുത്തിട്ടുണ്ട് എങ്കിൽ, LPG കണക്ഷൻ ക്യാൻസൽ ആക്കാതെ ഇരിക്കുന്നുണ്ട് എങ്കിൽ അത് ഉടനെ ക്യാൻസൽ ആക്കണം. ഇല്ല എങ്കിൽ ഫൈന് വരുന്നതാണ് എന്നുള്ളതും ഓർക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീടിനടുത്ത് കൂടെ പൈപ്പ് ലൈൻ ഗ്യാസ് കണക്ഷൻ ലഭ്യമാണ് എങ്കിൽ അതിലേക്ക് മാറുകയും വേണമെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സംസ്ഥാനത്തെ ഗ്യാസ്. അപ്പോൾ ഇതാണ് ഈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാസ് സിലിണ്ടറുകൾ അറിയിപ്പുള്ളത്. KYC ചെയ്യാത്ത ഉജ്ജ്വൽ യോജന കണക്ഷൻ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും KYC ഉടനെ ചെയ്യണം. എല്ലാവർക്കും KYC ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ഉജ്ജ്വൽ യോജന കണക്ഷൻ ഉള്ളവർക്ക് സബ്സിഡി മുടങ്ങാതിരിക്കാൻ അത് നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. എല്ലാ വർഷവും അവർ KYC ചെയ്യേണ്ടതാണ്. സിലിണ്ടറിന് 5 കിലോമീറ്റർ ചുറ്റളവിൽ ഡെലിവറി ചാർജ് ഇല്ല. അതിനുശേഷമാണ് ഓരോ 5 കിലോമീറ്ററിനും വെച്ച് 10 രൂപ, 20 രൂപ, 30 രൂപ, 35 രൂപ, ഇങ്ങനെ 45 രൂപ, 60 രൂപ വരെ ആകുന്നത്. അല്ലാതെ ഒരു ഡെലിവറി ചാർജ് 5 കിലോമീറ്റർ ചുറ്റളവിൽ ഡെലിവറി ചാർജ് നൽകേണ്ടതില്ല. പല ആളുകളും 100 രൂപക്കൊക്കെ മുകളിൽ ഡെലിവറി ചാർജ് നൽകുന്ന സാഹചര്യം ഉണ്ട്. അത് കരിഞ്ചന്തയിൽ ഗ്യാസ് വാങ്ങുന്നത് കൊണ്ടാണ്. ഇപ്പോൾ ബുക്ക് ചെയ്യാതെ കിട്ടുന്നില്ല എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ മുമ്പ് ആ ഒരു സാഹചര്യം അല്ലായിരുന്നു. എന്തായാലും നിങ്ങൾ കരിഞ്ചന്തയിൽ വാങ്ങാതെ തികച്ചും ബില്ല് ചോദിച്ച് വാങ്ങിക്കൊണ്ട് തന്നെ ഗ്യാസ് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാണ് ഗ്യാസ് സിലിണ്ടറുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത്. ജൂലൈ 2-ാം തീയതി വ്യാഴാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത്. മഞ്ഞ റേഷൻ കാർഡിന് കേന്ദ്ര വിഹിതം 30 കിലോ അരി ഓരോ വ്യക്തിക്കും 7 കിലോ ആക്കും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും ഈ മാസം മുതൽ അത് നടപ്പിലായി തുടങ്ങിയിട്ടില്ല. വരും മാസങ്ങളിൽ ആ ഒരു മാറ്റം വരാൻ പോവുകയാണ്. എന്നാൽ കുറേ കാലങ്ങൾക്ക് ശേഷം നീല റേഷൻ കാർഡിന് ഗോതമ്പ് അനുവദിച്ചിട്ടുണ്ട്. സ്പെഷ്യലായും കൊണ്ടാണ്. എല്ലാ മാസവും കിട്ടില്ല. ചില മാസം അരിയോ ചില മാസം ഗോതമ്പോ ആയിട്ടായിരിക്കും ലഭിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള മാറ്റങ്ങളോട് കൂടിയിട്ടാണ് റേഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുന്നത്. ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം വിഹിതമാണ് ലഭിക്കുക എന്നുള്ളത് കൃത്യമായിട്ടൊന്ന് നോക്കുകയാണ് എങ്കിൽ മഞ്ഞ റേഷൻ കാർഡിന് പതിവ് പോലെ 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും 3 പാക്കറ്റ് ആട്ടയും ലഭിക്കും. അരിയും ഗോതമ്പും സൗജന്യമാണ്. ആട്ടയ്ക്ക് ഒരു പാക്കറ്റിന് 7 രൂപ വീതം നൽകണം. മുമ്പുണ്ടായിരുന്ന പഞ്ചസാര ഇപ്പോൾ ഇല്ല. അതുപോലെ തന്നെ പിങ്ക് റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 4 കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പുമാണ് ലഭിക്കുക. മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും 4 കിലോ ഗോതമ്പ് കുറച്ച് പകരം 4 പാക്കറ്റ് ആട്ട ഒരു ആട്ടയ്ക്ക് 9 രൂപ നിരക്കിൽ ലഭിക്കും. കാർഡിൽ 4 അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ ആട്ട മാത്രമാണ് ലഭിക്കുക, ഗോതമ്പ് ലഭിക്കില്ല. നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും 2 കിലോ വീതം അരി 4 രൂപ നിരക്കിൽ ലഭിക്കും. അതുപോലെ തന്നെ 4 ആട്ട ഒരു ആട്ടയ്ക്ക് 17 രൂപ നിരക്കിലും ലഭിക്കും. ഇത് കൂടാതെയാണ് ഇപ്പോൾ ഗോതമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 8 രൂപ 90 പൈസ നിരക്കിലാണ്. ഏകദേശം 9 രൂപക്കാണ് ഈ ഒരു ഗോതമ്പ് ലഭിക്കുന്നത്. അപ്പോൾ ഗോതമ്പ് 3 കിലോ ആണ് ലഭിക്കുക. സ്പെഷ്യലാണ്. അത് അടുത്ത മാസം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. പകരം അരി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓണൊക്കെ വരുമ്പോൾ അരി കൂടുതൽ ലഭിക്കും. അത് നീല വെള്ള റേഷൻ കാർഡിന് ലഭിക്കും. ഇനി വെള്ള റേഷൻ കാർഡിന് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും കാർഡിൽ ആകെ 4 കിലോ അരി 10 രൂപ 90 പൈസ നിരക്കിലും ഒരാട്ട 17 രൂപ 4 ആട്ട 17 രൂപ നിരക്കിൽ ഒരു പാക്കറ്റിന് എന്നുള്ള നിരക്കും ലഭിക്കും. ബ്രൗൺ റേഷൻ കാർഡിന് 2 കിലോ അരിയും ഒരു പാക്കറ്റ് ആട്ടയുമാണുള്ളത്.
ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തെ ത്രൈമാസ കാലയളവിലെ മണ്ണെണ്ണ മഞ്ഞ റേഷൻ കാർഡിന് 1 ലിറ്റർ, ബാക്കിയുള്ളവർക്ക് 1/2 ലിറ്ററും, വൈദ്യുതീകരിച്ച വീടിനും വൈദ്യുതീകരിക്കാത്ത വീടിന് ഈ കാലയളവിൽ 6 ലിറ്റർ മണ്ണെണ്ണ എല്ലാ റേഷൻ കാർഡിനും ലഭിക്കുന്നതാണ്. ഇതാണ് റേഷൻ വിഹിതമായിട്ടുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതുവരെ.